ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫ് എന്ന സെഗ്മെൻറ്റിൽ സ്കൂൾ ബസ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോശൻ. നമസ്കാരം, ഞാൻ SI ഗോപകുമാർ, KR ഗോപകുമാർ. പേടിക്കണ്ട, സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പോലീസ് വേഷം ചെയ്യുകയാണ്. അതും സ്കൂൾ ബസ് എന്നൊരു നല്ല സിനിമയിൽ, നല്ല റോഷൻ ആൻഡ്രൂസ്, സഞ്ജയ് ബോബി കൂട്ടുകെട്ടിൻ്റെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാനായിട്ട് സാധിച്ചു. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ജാടയും ഒരു പേടിപ്പിക്കുന്ന സംഭവങ്ങളും ഇതിലില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ സാത്വികനായ, വളരെ നല്ലവനായ, സാധാരണക്കാരനായ ഒരു പോലീസ് ഓഫീസർ KR ഗോപകുമാർ. സ്കൂൾ ബസ് എന്ന സിനിമയിൽ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഒഫീഷ്യൽ ലൈഫ്. ആ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു അസൈൻമെൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ അത് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നതിൻ്റെ ചെറിയൊരു അമ്പരപ്പും ചെറിയ നുറുങ്ങ് തമാശകളിലൂടെ പറഞ്ഞു പോവുകയും പിന്നീട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെയും ഒരു ത്രില്ലറിൻ്റെ ഒരു ഫോർമാറ്റിലേക്കും പോകുന്ന സ്കൂൾ ബസ്സിൽ KR ഗോപകുമാർ എന്ന എൻ്റെ SI കഥാപാത്രം നിങ്ങളെ രസിപ്പിക്കും, നിങ്ങളെ ചിന്തിപ്പിക്കും, നിങ്ങളെ വിസ്മയിപ്പിക്കും. സ്കൂൾ ബസ് എന്ന സിനിമ നിങ്ങളെ വിസ്മയിപ്പിച്ച പോലെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജേക്കബ് മാത്തൻ, എറണാകുളം കളക്ടർ. അറിയാം സാർ. വാട്സ് ഹാപ്പനിങ്? ഏർലി മോർണിംഗ് പുറപ്പെടുകയല്ലേ? സാർ, ഇവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ടെന്നോ? കുറച്ച് അപകടം പിടിച്ച സമയമായതുകൊണ്ടാണ്. അപകടം പിടിച്ച സമയത്ത് 3 കുട്ടികൾ അതിനുള്ള പ്രശ്നമല്ല. വേറെ ആരെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ അല്ലേടാ വിളിക്കേണ്ടത്? ഞാനില്ലേടാ. ആർ യു സ്റ്റാർട്ടിംഗ് ദ സെർച്ച് ഏർലി മോർണിംഗ്? ഡിസിഷൻ എനിക്കിപ്പോൾ അറിയണം. പറ്റില്ലെന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെസ് ഓർ നോ? പണ്ട് പോലീസിന് എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ജനമൈത്രി പോലീസ് എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങി വരാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് അവരോട് കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. ഭയം ഒരു പരിധിവരെ നല്ലതാണ്. കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റം ചെയ്യാതിരിക്കാനായിട്ടും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടും. പക്ഷേ ചിലപ്പോൾ ആ ഒരു ഭയം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ചിലപ്പോൾ അത് ഉണ്ടാവുള്ളൂ. കാരണം ഒരു കുട്ടിയെ നമ്മൾ അടിക്കുമ്പോൾ അടി കിട്ടുന്നത് വരെ ഭയങ്കര പേടിയായിരിക്കും അടിയെപ്പറ്റി. അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്യും. അപ്പോൾ അതിനേക്കാളും നല്ലൊരു കാര്യമാണ് സ്നേഹം കൊണ്ട് ആൾക്കാരെ കീഴടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ ബസ്സിലെ SI KR ഗോപകുമാർ എന്ന എൻ്റെ കഥാപാത്രം, എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ പോലീസ് കഥാപാത്രം, എൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ സ്വഭാവമായിട്ട് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കുകയും ഇപ്പോഴത്തെ മാറിയ ഒരു പോലീസ് സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അവതരണ രീതിയാണ് ഇതിൽ റോഷൻ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതും അതേ രീതിയിലാണ് ഇതിൽ പ്രൊജക്റ്റ് ചെയ്യിക്കപ്പെട്ടിട്ടുള്ളതും. ഇതിൽ ഗോപകുമാർ എന്ന ക്യാരക്ടർ ജോലിയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ ഒരു അസൈൻമെൻറ്റ് കിട്ടുകയാണ്, ഒരു മിസ്സിങ് ചൈൽഡിനെ, ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ സൈമിൾട്ടേനിയസ്ലി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ പുള്ളിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്, ഏത് നിമിഷവും ഡെലിവറി നടക്കാം എന്നുള്ളൊരു ടെൻഷൻ പുള്ളിക്ക് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഇത് രണ്ടും കൂടെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ആദ്യമായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തതിൻ്റെ ചെറിയ പകപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ലൈഫിൽ ഈ ടെൻഷനും ഉണ്ട്. ഒരു ഘട്ടത്തിൽ പേഴ്സണൽ ലൈഫിൽ ഈ ടെൻഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫുൾ ഓൺ ഈ ഒരു ജോലിയിലേക്കുള്ള ഒരു സീരിയസ്നെസ്സും ആ ഒരു മെച്യൂരിറ്റിയും പുള്ളി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് ഓവർ പക്ഷേ വളരെ സട്ടിലായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണിച്ചു പോയിട്ടുള്ളത്. വളരെ സിനിമാറ്റിക്കായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ എടുത്ത് കാണിക്കാൻ വരുന്നു. വിറപ്പിച്ച് ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആറും ഷോർട്സിൻ്റെ ഒരു ആധിക്യമൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഭയങ്കര പൊലിപ്പിച്ച് കാണിക്കാമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ ബസ്സിൻ്റെ കഥ പോലും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രവും ഈ പോലീസിൻ്റെ കഥാപാത്രം ആ ഒരു റിയലിസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതും കൊണ്ടുപോയിട്ടുള്ളതും.
വേണ്ട, അറിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു പോണെന്ന് പറയും. പോലീസ് വേഷം ഏതൊരു നടൻ്റെയും ഒരു അഭിനയ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹമുള്ളൊരു കഥാപാത്രങ്ങളൊന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു പോലീസ് വേഷം ചെയ്യുമ്പോൾ അത് ഭയങ്കര മാച്ചോ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കണം, ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വേഷമായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള അവരുടെ ആദ്യത്തെ പോലീസ് വേഷങ്ങൾ മിക്കവാറും പാളിയിട്ടുണ്ട്. ഒരു 90% ആൾക്കാരുടെയും അങ്ങനത്തെ ഒരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടുള്ള ആദ്യത്തെ പോലീസ് വേഷങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുറച്ച് പോലീസ് വേഷങ്ങൾ ചെയ്തൊരു പാകം വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരു പോലീസ് സിനിമ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു ലാൻഡിങ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആൾക്കാർ അവരുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സാധാരണ പോലീസുകാരൻ, അദ്ദേഹവും ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. കാക്കി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് 5 പേരെ ഒറ്റയ്ക്ക് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്നൊരു ശക്തിയൊന്നും ആർക്കും കിട്ടാറില്ല. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഒരു സാധാരണക്കാരനായ പോലീസുകാരൻ. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ആർജവവും ഒരു ഊർജ്ജവും ഒരു ധൈര്യവും കിട്ടുന്നു. അത് ഒരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെയും ഒരു ത്രില്ലറിൻ്റെയും പരിവേഷം കൊടുത്ത്, എന്നാൽ അതിഭാഗവത്വം ഇല്ലാതെ അവതരിപ്പിക്കാനായിട്ട് ഈ സ്കൂൾ ബസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എസ് ഐ ഗോപകുമാർ ഗോപകുമാറിൻ്റെ തുടക്കത്തിലെ ചില സീക്വൻസുകളിൽ ചെറിയൊരു ചിരി സമ്മാനിച്ചിട്ട് പിന്നെ പോകെ പോകെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള, കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. നാളെ തന്നെ 2 പേരും TC വാങ്ങണം. ഈ സ്കൂളും തലേനി വേണ്ട. അവർ പറയാൻ പോകുന്നത് നമ്മൾ ആവശ്യത്തിന് കെയർ ചെയ്യാത്തതുകൊണ്ട് അവനത് ചെയ്തതെന്നായിരിക്കും. അതാവുമ്പോൾ ഈസിയായിട്ട് കൈ കഴുകാമല്ലോ. അതല്ല കാരണമെന്ന് ഉറപ്പുണ്ടോ ജോയ്ക്ക്? തെറ്റ് കാണുമ്പോൾ വഴക്ക് പറയും, അതവന് വേണ്ടിയാ. നിന്റെ മോഡേൺ പാരൻറ്റിങ്ങിൻ്റെ നിയമം വേറെയാണോന്ന് എനിക്കറിയില്ല. ജോ, നമുക്ക് വഴക്ക് കൂടണ്ട ജോ, പ്ലീസ്. ചെയ്യാതിരുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഹൈലൈറ്റ്. ലാളിച്ചിട്ടില്ല, സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാറില്ല, കൂടെ കളിക്കാറില്ല, ഓൾവേസ് സ്ട്രിക്റ്റ്. അക്കമിട്ട് നിർത്തിക്കോളും. അവനൊരു സങ്കടമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ആര് കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിൽക്കുമായിരുന്നു എന്ന്. കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ അവൻ വന്നില്ലല്ലോ ജോ, നമ്മൾ 2 ആളുടെ അടുത്തും വന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ സാരമില്ലെന്ന് നമ്മൾ പറയുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു. എന്ത് കണക്കെടുപ്പ് നടത്തിയാലും വേറെ എന്ത് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഉറപ്പ് അവന് തോന്നാത്തടത്തോളം I'm a failed mother. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പ്രായത്തിൽ ചെന്ന് നിന്ന് അവനോട് സംസാരിക്കാൻ, അവൻ്റെ പേടികളെ കാണാൻ, അവൻ്റെ ഫാൻറ്റസിയിൽ വിശ്വസിക്കാൻ, അവൻ്റെ മുമ്പിലെങ്കിലും ഒരു 34-കാരിയാകാതിരിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. ഇടയ്ക്ക് എവിടെയോ വെച്ച് നമുക്ക് കൈവിട്ടു പോയ നമ്മുടെ ബാല്യവും അതിൻ്റെ ഇന്നസെൻസും അവനോടൊപ്പം നിന്ന് തിരിച്ചു പിടിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. വേറൊന്നുമില്ല, ഒരു നിയമവും ഇല്ല പേരൻറ്റിങ്ങിന് അതല്ലാതെ. പക്ഷെ അവനെ ഇനി ഒരിക്കലും കാണാതിരിക്കാനുള്ള സാധ്യത വേണ്ടി വന്നു. അതെനിക്ക് മനസ്സിലാകാൻ, ആഗ്രഹിക്കാൻ.
ഇതിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട്. ഒന്ന് ജയൻ ഇതിലേക്ക് വരാനായിട്ട് ഉള്ള കാരണവും, പിന്നെ CK മുരളീധരൻ എന്ന ക്യാമറാമാൻ, നമുക്ക് മലയാളിയാണ് അദ്ദേഹം, പക്ഷേ കൂടുതൽ പ്രശസ്തൻ ബോളിവുഡിലാണ്. നമുക്ക് അറിയാവുന്ന ലഗേരഹ മുന്നവൈ, 3 Idiots പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നായകനായിട്ട് വരുന്നു. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ് ഈ പറയുന്ന പോലെ ആഞ്ചലീന എന്ന ക്യാരക്ടർ ചെയ്ത റോഷൻ്റെ മകൾ ചെയ്ത ആ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു റോഷൻ്റെ മകൾ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തോന്നൽ ആദ്യം ഉണ്ടായത് സഞ്ജയ്ക്കാണ്, സഞ്ജയ് ബോബിലെ സഞ്ജയ്ക്ക്. സഞ്ജയ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സഞ്ജയ് റോഷൻ ഫാമിലി പരമായിട്ടുള്ള ബന്ധമുണ്ട്, കാര്യങ്ങളുണ്ട്. റോഷൻ്റെ മകളുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സഞ്ജയ്ക്ക് തോന്നിയ ഒരു തോന്നലായിരിക്കാം ആഞ്ചലീനയെ ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ഈ സ്കൂൾ ബസ് എന്ന സിനിമ നൽകുന്ന സന്ദേശം പോലെ ഒരു ഫാമിലി, ഒരു ആംബിയൻസും ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനുകളിൽ പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. റോഷൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, ജയൻ്റെ ഫാമിലി, CK മുരളീധരൻ ചേട്ടൻ്റെ ഫാമിലി. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഒരു ഫാമിലി പ്രസൻസ് ഏതെങ്കിലും ഒരു എല്ലാ ദിവസങ്ങളിലും ആരുടെയെങ്കിലും ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരിക്കും കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്ത് മെസ്സേജാണോ ഫാമിലിക്കും ഇപ്പോഴത്തെ ജനറേഷനും നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചത്, അത് ഞങ്ങളുടെ എല്ലാവരുടെ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. How was school? നന്നായിട്ടുണ്ടായിരുന്നു. സി, അപ്പ പേരപ്പനെ പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പേരപ്പനെ ഇഷ്ടമല്ലെന്നിട്ടല്ല. വി ഡു ലവ് ഹിം. നിങ്ങൾക്കും പേരപ്പനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ വല്യപ്പച്ച നമുക്കായിട്ട് നമ്മുടെ പേര് തന്ന ചില കാര്യങ്ങളുണ്ട്. അത് കുറേ നാളൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും കിട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മളോട് പറയുക പോലും ചെയ്യാതെ പേരപ്പൻ അതെടുത്താ നമ്മളത് തിരിച്ചു ചോദിക്കണ്ടേ? ഇപ്പൊ നിന്റെ ഒരു ടോയ് ഇവൻ അങ്ങ് എടുത്തോണ്ട് പോയാ നീ തിരിച്ചു ചോദിക്കില്ലേ? അത് മാത്രം അപ്പേ ഞാനും ചെയ്യുന്നത്, അല്ലാതെ പേരപ്പനെ നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഐ വാണ്ട് ബോത്ത് ഓഫ് യു ടു നോ ദാറ്റ് വി ആർ നോട്ട് ബാഡ് പീപ്പിൾ. ഞാൻ മിസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ സ്കൂൾ ജീവിതത്തിൽ, എൻ്റെ ബാല്യ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് സ്കൂൾ ബസ് വന്ന ബോർഡിംഗ് ലൈഫാണ്. ഈ 2 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എൻ്റെ വീടിനടുത്ത് തന്നെയായിരുന്നു എൻ്റെ സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂളുകളെല്ലാം. എനിക്ക് നടന്നു പോകുന്ന ദൂരം, അല്ലെങ്കിൽ എൻ്റെ തൊട്ട് ഒരു മതിൽ പക്കം മാത്രമായിരുന്നു ഒരു സ്കൂള്. അല്ലെങ്കിൽ എനിക്ക് സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള വണ്ടിയിൽ പോകാനുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ ദൂരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബോർഡിംഗ് ലൈഫും എല്ലാം വീടിനടുത്തുള്ള സ്കൂളുകളായതുകൊണ്ട് ബോർഡിംഗ് ലൈഫിൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മഞ്ഞച്ചായം പൂശിയ ഒരു വണ്ടിയിൽ ഒരു പോലീസ് വേഷമിട്ട് ആദ്യമായിട്ടാണ് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു വാഹനമാണ് സ്കൂൾ ബസ്. രാവിലെ പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു വണ്ടിയും, എന്നാൽ വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയും തന്നെയാണ്. ഒരേ ദിവസം തന്നെ ഈ 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ ബസ് എന്ന ടൈറ്റിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഇതിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി KR ഗോപകുമാർ എന്ന എൻ്റെ എസ്ഐ കഥാപാത്രം വരുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇടം ഏതാണ്? അപ്പോൾ അതിലൊരു കുട്ടി പറയുന്ന ഉത്തരമാണ്, വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സാണ്, അല്ലെങ്കിൽ ആ സമയത്തുള്ള സ്കൂൾ ബസ്സാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സ്കൂളിലെ ഒരു ഇടം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന പ്രേക്ഷകരും അവർക്ക് ഏറ്റവും അവർ നേരെ തിരിച്ചാണ് പറയുന്നത്. 2 രീതിയിലും പറഞ്ഞു. സ്കൂൾ ബസ് കാണാനായിട്ട് പോകുമ്പോഴും സ്കൂൾ ബസ് കണ്ട് ഇറങ്ങുമ്പോഴും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടമായിട്ട് സ്കൂൾ ബസ് തിയേറ്ററുകളിൽ മാറുന്നു എന്നുള്ള കാര്യം. My name is Ajoy. This is my sister Angelina. We study in Trinity International School. ലക്ഷ്മി പിടിച്ചോ? നിങ്ങളുടെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞല്ലോ. പേടിച്ചൊന്നുമില്ല, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വിളിച്ചതാ. എന്റെ ക്ലാസ്സിൽ നിന്ന് അജോയിനെ മാറ്റി തരണം പ്ലീസ്. സീരിയൽ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡാ. ഞാൻ അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ മാമിന്റെ തന്നെ ചെന്ന് പറയണേ നല്ലത്.
ഓഫ് യു ടു നോ ദാറ്റ് വി ആർ നോട്ട് ബാഡ് പീപ്പിൾ. കേട്ടോ? ഈ അപ്പ എന്തിനാ എല്ലാരോടും പിണങ്ങുന്നേ? തെറ്റ് കാണുമ്പോൾ വഴക്ക് പറയും. അതവന് വേണ്ടിയാ. പോക്കറ്റിൽ വെച്ചോ. ഇത് കഴിക്കാവല്ലോ എന്ന് ഓർക്കുമ്പോ പഴുക്കിട്ടുന്ന നേരത്ത് അത്രയും സങ്കടം വരില്ല. Always remember that your brother loved you. അല്ല കണ്ടിട്ട് പേടിയാവണ. നിന്നെ കിട്ടിയാലും വെറുതെ വിടൂല. ഈ സ്കൂളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? സ്കൂൾ വിടുന്ന നേരത്തെ സ്കൂൾ ബസ്. ലഞ്ച് ബ്രേക്കിന് ബെല്ലടിക്കണ മൊമെന്റിൽ തന്നെ വി ഷുഡ് സ്റ്റാർട്ട് ദ മിഷൻ. വീട്ടുകാർ അറിയാതെയാണ് ഞാൻ മിസ്സിങ് ആയിട്ടുള്ളത്. ഞാൻ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആലപ്പുഴ തന്നെ കേട്ടോ, ആലപ്പുഴ ബീച്ചിൽ നല്ല മഴയത്ത് കടലിൽ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ചെറിയ ബൈക്ക് ട്രിപ്സൊക്കെ. ഞങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഏറ്റവും പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറയുന്നത്. രണ്ട് വശത്തും ഒരു സൈഡിൽ ഫുൾ പുഴയും കായലും, മറുവശത്ത് ഫുൾ നമ്മുടെ പാടങ്ങളും, അതോടൊപ്പം തന്നെ നല്ല കാർമേഘവും മഴയും കാറ്റും. അതോടൊപ്പം തന്നെ ഈ ബൈക്ക് റൈഡിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലും കാര്യങ്ങളാണ്. ഇത് വീട്ടുകാരെ ഒരിക്കലും സമ്മതിക്കില്ല. വീട്ടുകാർ എനിക്ക് സൈക്കിൾ പോലും തന്നിട്ടില്ല. ആ സമയത്താണ് നമ്മൾ ബൈക്കിൽ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ നുറുങ്ങ് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ വീട്ടുകാരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു ലോർഡ് ലിവിങ്സ്റ്റൻ്റെ കാർഡിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാർഡും ഒരു ക്ലൈമറ്റുമായിരുന്നു ശരിക്കും വയനാട്ടിലത്. ലോർഡ് ലിവിങ്സ്റ്റൺ ഷൂട്ട് ചെയ്യുമ്പോൾ മഴയും മിസ്റ്റും തണുപ്പും കാറ്റും എല്ലാം കൂടുതലുണ്ടായിരുന്നു. വയനാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷമായിരുന്നു. പൊടിയും നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ടുള്ള, അപ്പോൾ കുറച്ചും കൂടെ കഷ്ടപ്പാട് കൂടുതലുണ്ടായിരുന്നു, വേറൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതൊരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാവുന്ന നമുക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ചുറ്റുമുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് പോലീസ് വേഷം ചെയ്യുന്നതിനൊരു ത്രില്ലും ഒരു എക്സൈറ്റ്മെൻറ്റും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ കണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ സംഭവങ്ങളാണ് നമ്മൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ഒരു ആസ്പെക്റ്റും അതിൻ്റെ ഒരു ബ്രില്യൻസും കൂടെ നമ്മൾ ഈ സിനിമയുടെ കഥ പറയുന്നതിൻ്റെ ഒരു റിയലിസ്റ്റിക് സിനിമയാണെങ്കിൽ പോലും അതിൽ കുറച്ചും കൂടെ നമ്മളൊരു ഇമാജിനേഷൻ്റെയും ഒരു ചെറിയ എലമെൻ്റ് ഓഫ് ഫാൻറ്റസിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടും ഒരു ബ്രില്യൻസും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ്, ഒരു വിഷ്വൽ എഫക്റ്റും ഒരു ഓഡിയോ എഫക്റ്റും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഒരു ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് മലയാള സിനിമയുടെ ജംഗിൾ ബുക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ബ്രില്യൻസാണ് അതിൽ, ആ ഒരു ആസ്പെക്റ്റിലാണ് അവരത് പറഞ്ഞത്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഇത്രയും ടെക്നിക്കലി നമുക്കൊരു വളരെ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു സിനിമ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും റോഷൻ്റെയും ക്യാമറ കൈകാര്യം ചെയ്ത CK മുരളീധരൻ, ഇതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്ത ഗോപി സുന്ദർ, ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത PM സതീഷ്, അദ്ദേഹം ബാഹുബലിക്കൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇതിൻ്റെ CG ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയും അവർ മൊത്തത്തിലൊരു ഒറ്റ യൂണിറ്റായിട്ട് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്, ഒരു റിസൾട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സാധിച്ചതും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാടിനൊരു രഹസ്യമുണ്ട്. കാട്ടിൽ പോയവർ തിരിച്ചു വന്നിട്ടില്ല, ഉൾക്കാട്ടിൽ പോയവരും മരിച്ചിട്ടുമില്ല. അവർക്കവിടെ നമുക്കറിയാത്ത കാവൽക്കാരുണ്ട്.
അതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ സഞ്ജയ് ഓഫ് കോഴ്സ് സഞ്ജയുടെ തുടക്ക കാലഘട്ടം മുതൽ അറിയാവുന്ന വ്യക്തിയാണ്. നിറം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ക്ലാപ്പ് അടിക്കാൻ വന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിനുശേഷം എൻ്റെ ഒരു തിരിച്ചുവരവിലും അല്ലെങ്കിൽ രാജേഷ് പിള്ളയുടെ ഒരു തിരിച്ചുവരവിലും ഉള്ള സിനിമയാണ് ട്രാഫിക്. അതിനെ തിരക്കഥ എഴുതിയത് സഞ്ജയാണ്. ഒരു വ്യത്യസ്തമായ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ഉള്ള അല്ലെങ്കിൽ ഈഗോസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഹവോളിൽ അറിയില്ല രാജീവ് എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ. അത് നൽകിയത് സഞ്ജയും റോഷനും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ അവർ വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അവർ ഒരു ഡീറ്റെയിൽ ആയിട്ട് പോലും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു വൺ ലൈനർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ക്യാരക്ടർ ഇതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ ഒരു വിശ്വാസം അവരൊരിക്കലും കളയില്ല. കാരണം അവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാത്രമുള്ള സിനിമകളെല്ലാം അങ്ങനെ പ്രേക്ഷകരെ വിശ്വാസത്തിലെടുത്ത, അവരുടെ വിശ്വാസം തെറ്റിക്കാത്ത നല്ല സിനിമകളായിട്ട് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടായ്മയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവിനും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്.